സത്യത്തിൽ അവരുടെ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെന്നോർത്ത് അപമാനം തോന്നി എനിക്ക്. കാരണം ഇത്ര വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട ഈ കേരളത്തിൽ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ എല്ലാവരും നാരിയേക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന ഒരു സ്ഥലത്ത് അവര് നവംബർ 24 തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതി ഡിസംബർ 8 വരെ FIR എടുത്തിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഈ സ്വന്തക്കാർ വരുമ്പോൾ എത്ര ലാഘവത്വത്തോടുകൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു FIR എടുക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതിയിൽ FIR കൊടുക്കാൻ പോലും തയ്യാറായില്ല. നിങ്ങൾക്കറിയാലോ, KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ മുഖവിലക്കെടുക്കാതെ അത് 14 ദിവസത്തോളം വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്ത്രീകൾ അപമാനിക്കപ്പെട്ട സ്ത്രീകളെ വീണ്ടും അപമാനിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യണം. 24-ാം തീയതി കിട്ടിയ ഒരു കാര്യം 8-ാം തീയതി വരെ എന്തുകൊണ്ട് FIR എടുത്തില്ല എന്ന കാര്യത്തിന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. ഇതൊക്കെ ഇരട്ടത്താപ്പ് പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ ഇരട്ടത്താപ്പ് പറ്റില്ല. ഇവര് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രചരണവും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ അവർ പരിഹസിക്കുകയാണ് പലരും പോലീസ് സ്റ്റേഷനുകളിൽ ഈ സ്ത്രീകൾ. അത് സംഭവിച്ചുകൂടാ കേരളത്തിൽ. അത് ഉറപ്പുവരുത്തണം.